ഞാൻ ഫത്തുൽ മുസ്ലി തങ്ങളുടെ ചരിത്രം പറയലുണ്ട്. അദ്ദേഹം കരഞ്ഞ് കരഞ്ഞ് ലാസ്റ്റ് കണ്ണീരിലേക്ക് ചോരൻ്റെ കളറ് വന്ന് മഞ്ഞ കളറായിരുന്നു എന്നാണ്. അങ്ങനെ അദ്ദേഹം വഫാത്തായപ്പോൾ ആരോ കൂട്ടുകാരൻ സ്വപ്നം കണ്ടു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, അള്ളാഹുത്തല എന്ത് നിങ്ങൾ ചെയ്തതെന്ന്. അള്ളാഹുത്തല എന്നെ പുറത്തു തന്നു, എന്നെ അടുത്തേക്കാക്കി. അള്ളാഹുത്തല എന്നെ അവനോട് അടുപ്പിച്ചു, എനിക്ക് പുറത്തു തന്നു. എന്നിട്ട് അള്ളാഹ് എന്നോട് ചോദിച്ചു, എന്തിനായിരുന്നു അങ്ങ് കരഞ്ഞിരുന്നത് എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, പഠിച്ചവനെ നിന്നോടുള്ള കടപ്പാടുകൾ വീട്ടുന്ന വിഷയത്തിൽ വീഴ്ച വന്നു എന്നുള്ള ഭയം കൊണ്ട് കരഞ്ഞതാണ്. അപ്പോൾ അള്ളാഹ് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ 2 മലക്കുകൾ നിങ്ങൾ ചെയ്യുന്ന നന്മ തിന്മകളുമായിട്ട് കയറി 40 കൊല്ലം കയറി വന്നുകയാണ്. ആ 40 കൊല്ലമായിട്ട് ആ ഏടിലൊരു തെറ്റുണ്ടായിട്ടില്ല. 40 കൊല്ലം നന്മ തിന്മകൾ എഴുതുന്ന മലക്കുകൾ കയറി വന്നത് ഒരു തെറ്റുമില്ലാതെയാണ്. ആ ആളാണ് ഈ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ്, അതാണ് ഈമാൻ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ് കരഞ്ഞ് ഐഷബിയൊക്കെ ചോദിച്ചു, എന്തിനാ നബി നിങ്ങൾ ഇങ്ങനെ കരയണമെന്നൊക്കെ ചോദിച്ചു. ഉമർ ഫാറൂഖിൻ്റെ കവിളിലൂടെ 2 ചാലുണ്ടായിരുന്നു എന്ന്. അബൂബക്കർ സിദ്ദീഖിനോട് ഇമാം വെക്കാൻ പറയാൻ വേണ്ടി ഐഷാബി പറഞ്ഞപ്പോൾ ഐഷാബി എന്ത് പറഞ്ഞത്, കയ്യൂല നബി, കരച്ചിലേക്കാരം, ഖുർആൻ ഓതൊന്നും കയ്യൂല. അപ്പോൾ അതിന് കരച്ചിലോട് വരും. ആർക്ക്? ഇവിടുന്ന് കരഞ്ഞവർക്ക് അവിടെ കരണ്ടി വരില്ല. ഇവിടുന്ന് നരകത്തോട് അഭയം തേടി അവിടുന്ന് ഈ അള്ളഹാനോട് ഇത് വരക്കണ്ട. അവിടുന്ന് മാലിക് അലൈഹി സ്വലാമിനെ വിളിക്കണു, പാറവാരെ വിളിക്കണു, ലാസ്റ്റ് അള്ളഹാനെ വിളിക്കണ, ആരും വിളിക്കേണ്ട ഗതികൾ ഉണ്ടാവില്ല. അതന്നെയാണ് പഠിക്കാനുള്ളത്.